ഇവൻ ഭയങ്കര ഗുണ്ടയാ മേഡം. ഇവൻ ഗുണ്ടയാ. ഇവൻ സത്യസന്ധമായിട്ട് പ്രായമോ ജാതിയോ ഒന്നുമല്ല മേഡം. ഞാൻ അതൊന്നും നോക്കുന്ന ഒരാളാണ്. പക്ഷെ നല്ല ഒരു മനസ്സിന് ഉടമയല്ല ഈ ഷൈജു എന്ന് പറഞ്ഞ വ്യക്തി. വെറും ഗുണ്ടയാ അവൻ. അവൻ ഈ സ്ത്രീയെ കല്യാണം കഴിച്ചത് മൂലം അവൻ ഒരിക്കലും ഈ സ്ഥാപനത്തിൽ ഒരു നന്മ ചെയ്യത്തില്ല മേഡം. ആ സ്ഥാപനത്തിലെ അന്തേവാസികളെ അവൻ ക്രൂശിക്കുന്നതല്ല, അത് അവൻ നല്ലത് ചെയ്യത്തില്ല മേഡം. പത്തനംതിട്ട ജീവമാതാ കരുണാലയം വോയിസ് ക്ലിപ്പുകളൊക്കെ നമ്മുടെ ഗിരിജ ചേച്ചിക്കെതിരെ വരുന്നത് നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ജീവമാതാ കരുണാലയം അവിടെ നടക്കുന്ന ചില വൃത്തികേടുകളൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ അടുപ്പിച്ചൊരു 3-4 വീഡിയോ ചെയ്തപ്പോൾ തെറിവിളിയായിരുന്നു അതിനകത്ത്. സപ്പോർട്ട് ചെയ്യാൻ ആകെ 1-2 പേരെ, കൂടിപ്പോയൊരു 10 പേരെ, അത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ. 100-ൽ 10 പേരല്ല, 500-ൽ ഒരു 10 പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ബാക്കി മൊത്തം തെറിവിളിയായിരുന്നു. അതിൽ മെയിനായിട്ട് ചില ആളുകൾ പറഞ്ഞിരുന്നൊരു, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, എടാ നിന്നെ കൊണ്ടൊക്കെ പറ്റുമോടാ, നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ ആ പിള്ളേരെ നോക്കാൻ, ആ സ്ഥാപനം ഏറ്റെടുത്ത് നടത്താൻ നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ എന്ന് ചോദിച്ച കുറേ ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല അവരോട് ആരോടും. സത്യം പറഞ്ഞാൽ ഒന്നിരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് ചോദിക്കുമോ, തീരെ വിവരമില്ലാത്ത ആളുകളാണ് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നത്. കാരണം ഇവിടെ ജീവമാത, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ജീവമാതാ കരുണാലയം അത് മാത്രമല്ല ഉള്ളത്, വേറെയും സ്ഥാപനങ്ങളുണ്ട് പിള്ളേരെ നോക്കാനും ഒക്കെ. ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഉടായ്പുണ്ടെന്ന് പുറത്തറിഞ്ഞത് പൂട്ടിയാൽ വേറെ സ്ഥാപനത്തിലോട്ട്, നല്ല ചിലപ്പോൾ സ്ഥാപനത്തിലേക്ക്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ഥാപനത്തിലേക്ക് കുട്ടികളെ മാറ്റുവടെ. അല്ലാതെ ഇവിടുന്ന് ഞാൻ കയറും പൊട്ടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല സ്ഥാപനം നടത്താൻ. ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ മറുപടി അതിനുള്ളത്. പിന്നെയും ഇപ്പൊ ഈ വീഡിയോയുടെ അടിയിലും വരും, നിനക്കൊന്ന് നിർത്തി പൊക്കൂടാ, പാവങ്ങൾ ജീവിക്കട്ടാ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, പാവങ്ങളെ ജീവിക്കുമല്ല ഇവിടെ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെയൊക്കെ അറിഞ്ഞു. ഞാൻ കൂടുതലായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല ഇന്നലെ, കാരണം ഇതിൻ്റെ പുറകെ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, പലതും ഒന്നും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല, പലതും പറയാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ എന്തുകൊണ്ട് ഈ ഒരു വിഷയം കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പിടിച്ചു പോകുന്നില്ല? പോകൂല കൂട്ടുകാരെ, പോകൂല. ഇതിപ്പം ചില ആളുകൾ ഞാൻ കണ്ടു ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിപ്പുണ്ട്. പക്ഷേ എത്ര ദിവസം ഇടുമെന്ന് നമുക്ക് നോക്കാം. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അവരുടെ ആ ഒരു ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തതൊന്നുമല്ല. പിടുത്തം വീഴും അവർക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥ എന്ന് പറയുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരൊക്കെ നല്ല ഹോൾഡുള്ള ആളുകളാണെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഈ നാട്ടിൽ പണവും ഹോൾഡും അധികാരവും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാലോ, നമ്മുടെയൊക്കെ അത്രേ ഉള്ളൂ. എത്ര ദിവസം ഞാനും ഇപ്പോൾ ഈ വന്നിരുന്ന് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വേറൊന്നും കൊണ്ടല്ല, എനിക്കും അമ്മയും അനിയനും കുടുംബമൊക്കെ ഉള്ളതാ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും കാണത്തില്ല. കാരണം നമ്മുടെ അവസ്ഥ ഇന്ന് അതാണ്, നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ ആൾക്കാരുടെയും. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കുറേ ആയിട്ട്, യൂട്യൂബ് വഴി നമ്മൾ കുറേ ആയിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ സംസാരിക്കുന്നവരാണ്. മനസ്സിലായോ? നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഓപ്പൺ അപ്പാണ് നിങ്ങളുടെ ഇടയ്ക്ക്, നമുക്ക് സംസാരിക്കാൻ പറ്റും. ചില ചെറ്റത്തരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിളിച്ചു പറയാം. അങ്ങനെയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ സാധനം കുത്തിപ്പൊക്കി പറയാൻ തുടങ്ങിയത്. അന്ന് എല്ലാവരും എന്നെ കല്ലെറിഞ്ഞു, എല്ലാവരും. വളരെ കുറച്ച് ആളുകൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് ആളുകളാണെന്ന് കേൾക്കാൻ, സമാധാനത്തിൽ കേൾക്കാൻ വളരെ മാന്യമായിട്ടാണ് ഞാൻ ചോദിച്ചത്. ഈ കല്യാണം കഴിഞ്ഞ് 7 മാസം, 7 മാസം കൊച്ചു പ്രഗ്നൻ്റ് ആവുന്നു. അത് എന്ത് പരിപാടിയാണ് അത്? എന്നാൽ കൊച്ചു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു പൈതൽ. അപ്പം അതിനകത്ത് വേറെ കുറച്ച് പരിപാടികളില്ലേ, ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല അതെന്താന്ന്. കല്യാണത്തിന് മുമ്പ് തന്നെ അതൊക്കെ ശരിയാണോ? ഇതൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്, ഇതൊക്കെ ചോദിച്ചുകൊണ്ടാണ്. പിന്നെ വേറൊരു കേസ് എനിക്ക് നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞു പോകാം. ഞാൻ വേറെ കുറച്ച് ക്ലിപ്പുകൾ, നമ്മുടെ ഷെഫീന ഇത്തയുടെ ചാനലിൽ വന്ന 1-2 വോയിസ് ക്ലിപ്പുകൾ, പുതുതായിട്ടൊക്കെ വന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഞാൻ പേര് പറയുന്നില്ല, അവിടെ ഇപ്പം 7 മാസം പ്രഗ്നൻ്റ് ആയ ആ പെൺകുട്ടിയുടെ എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തു. ആൻഡ് പുള്ളിയുടെ വോയിസ് ക്ലിപ്പ് ഒന്നും പുറത്ത് വിടരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചാറ്റും ഒന്നും ഞാൻ പുറത്ത് വിടാത്തത്. ഇല്ലെങ്കിൽ ഞാനതൊക്കെ അധികം ഒന്നും ചാറ്റില്ല, ജസ്റ്റ് ഒരു 2 വോയിസ് നോട്ടാണ് പുള്ളി ഇട്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് വിടുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് പുള്ളി പോയി. പിന്നെ പുള്ളി എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. ഞാനും ചോദിക്കാൻ പോകുന്നില്ല, കാരണം അത്ര പേടിയുള്ളവന്മാരൊന്നും വോയിസ് ഇടാനായിട്ട് വരണ്ട, ഇല്ലെങ്കിൽ കഥ നമ്മളോട് പറയാൻ വരണ്ട. ഞാനിത് കേട്ടിട്ട് എൻ്റെ തലയിലും എൻ്റെ മനസ്സിൽ മാത്രം വെച്ചിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആളുകളിലേക്ക് എത്തിച്ചാൽ, ഇപ്പോൾ കുറേ പേര് ചോദിക്കും നീയൊക്കെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന്. എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങളെക്കാട്ടിലും നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ പണിയാനേ നടക്കത്തുള്ളൂ. നമ്മൾ വന്നിരുന്നത് സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അധികാരികൾ കുറച്ചു പേരുടെയെങ്കിലും കണ്ണിലേക്ക് ഇത് ചെല്ലും. അതൊന്ന് മനസ്സിലാക്കുക. കുറച്ചു പേരുടെയെങ്കിലും കണ്ണിലേക്ക് ചെല്ലും. അപ്പോൾ അവർ പറ്റുന്ന പോലെ എന്തെങ്കിലും ചെറിയ ആക്ഷൻ എടുക്കും. അതാണ് സാധാരണക്കാരും, നമ്മളും സാധാരണക്കാരാണ്, പക്ഷേ ഒരു ബിറ്റ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നവരാണ്.
അതുകൊണ്ട് നമ്മൾ പറയുന്നത് കുറേ ആളുകളിലേക്ക് എത്തും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കുറേ ആളുകൾ ഇനി ചോദ്യങ്ങളുമായിട്ട് എത്തും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പയ്യൻ്റെ കേസ്, അവനെ ഞാൻ വിട്ടു. ഇതുപോലെ തെളിവുകൾ തരാൻ ആളുകൾക്ക് വരാം, പക്ഷെ അത് പുറത്തു വിടരുത്, ചേട്ടൻ്റെ മനസ്സിൽ തന്നെ വെച്ചോണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവർ ഇങ്ങോട്ട് വരരുത്, എൻ്റെ സമയം കളയരുത്. കാരണം എൻ്റെ മനസ്സിൽ ഇരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല ഇവിടെ. പുറത്തു പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ അതൊരു ഗുണമായി മാറും. അങ്ങനെ ആർക്കെങ്കിലും ഗുണം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ മാത്രം കഥ പറയാൻ വന്നാൽ മതി, ഇല്ലാതെ മറ്റേ പൊക്കും പരദൂഷണവും പറയാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പം എന്തായാലും 2-3 നമ്മുടെ ഷെഫീൻ ഇത്ര ചാനലിൽ വന്ന വോയിസ് ക്ലിപ്പുകൾ ഞാൻ കേട്ടപ്പോൾ ചിലതൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റി കിടക്കുമ്പോൾ പിന്നെ ആൾക്കാർ വന്ന് കുത്താൻ നിൽക്കത്തില്ലേ, ഈ പരദൂഷണം ടീംസ്, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ചിലതൊക്കെ കുറച്ച് ജെനുവിൻ ആയിട്ടും തോന്നി. പിന്നെ ഇപ്പം ഇത് പറഞ്ഞ ഉടനെ പറയരുതേ, കുറേ ആളുകൾ ഇപ്പം പറയാൻ വരും, നീ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയല്ലേടാ. എനിക്ക് അവരോട് അങ്ങനെ പറയുന്നവരോട് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അങ്ങനെ പറയുന്നവർ എൻ്റെ കുറച്ച് ദിവസം മുമ്പുള്ള ആദ്യത്തെ വീഡിയോകളൊക്കെ ഒന്ന് പോയി കാണ്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സപ്പോർട്ടാണോ അതോ അടിച്ച് കീറി വെച്ചേക്കുവാണോ എന്ന്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ഷെഫീന ഇത്തയുടെ ചാനലിൽ വന്ന അപ്പം ഈ ഒരു വോയിസിൽ പറയുന്നത് നമ്മുടെ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥ ഒരു കല്യാണം കഴിച്ചു ഈ അടുത്ത്. ആ കല്യാണം കഴിച്ച ആ വ്യക്തിയെ പറ്റിയാണ്, അവനെ പറ്റിയൊക്കെ വലിയ വലിയ കഥകളാണ് കേൾക്കുന്നത്. എന്തായാലും ഈ ഒരു വോയിസ് ക്ലിപ്പ് മാത്രം നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ഞാൻ കുവൈറ്റിൽ നിന്നാ വിളിക്കുന്നേ. മേഡം ഷൈജുവിനെ പറ്റി പറഞ്ഞത് അതേ അവസ്ഥയാണ് എനിക്കുണ്ട്. ആ പാവം പിടിച്ച സ്ത്രീ പറഞ്ഞതെല്ലാം 100% ശരിയാണത്. എനിക്കിത് പുറത്ത് പറയാനോ മറ്റൊന്നിനും എനിക്ക് പറ്റില്ല. എന്നാലും മേഡം അത് ചെയ്തപ്പോൾ മേഡത്തിനെ വിളിച്ചിട്ട് എന്റെ മനസ്സിൽ വർഷങ്ങൾ കൊണ്ടുണ്ടായിരുന്ന ഒരു വിഷമം, അത് ദൈവം ദൈവമായിട്ട് ഇതിപ്പോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതും ഇങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടായപ്പോഴും എനിക്ക് ദൈവത്തിലൊരു വിശ്വാസം കൂടി. അതുകൊണ്ടാണ് മേഡത്തിനോട് ഞാൻ ഇത് സംസാരിക്കണം എന്ന്, എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അവരുടെ വീടിന്റെ തൊട്ട് മുറ്റത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു, അതെന്റെ ഹസ്ബൻഡ് വാങ്ങിയതായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഞാനിവിടെ, പുള്ളി ഭയങ്കരമായിട്ട് ആൽക്കഹോളിക് ആയിരുന്നു. അപ്പൊ ഞാനും പുള്ളിയും കൂടി ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പുള്ളി ആ വീട്ടില് താമസം അവിടെ അല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട് അവിടെ അല്ലായിരുന്നു, ഞങ്ങളുടെ വീട് പട്ടാഴി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പക്ഷെ അവിടെ വീട് വാങ്ങിച്ചു അവിടെ താമസിക്കാൻ വന്നപ്പോ, അപ്പം എന്റെ ഹസ്ബൻഡ് അല്ലേ, ഞങ്ങൾ ഡൈവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ഉപദ്രവം കൊണ്ട് എനിക്ക് കൂടെ താമസിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്റെ വീട്ടിൽ താമസിച്ചത്. അപ്പൊ ഞാൻ അന്നുണ്ടെങ്കിൽ കൂടെ പോയിട്ട് വീടൊക്കെ വൃത്തിയാക്കും, പുള്ളിയെ കാണും. കാരണം നമ്മൾ അങ്ങനെ ഒഴിഞ്ഞു കളഞ്ഞിട്ട് പോരാൻ പറ്റില്ലല്ലോ. എന്റെ മോൻ കോളേജിൽ പോകണ്ടാത്ത ദിവസങ്ങളിൽ ഞാൻ പോകും, കാരണം കൊച്ചുങ്ങളുടെ കൂടെ പോകുമ്പോ അടിക്കത്തില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ ഇവരുടെ വീട്ടുകാർ, എന്റെ പൊന്നു മേഡം, എന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയാവോ. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോ എനിക്ക് ആ വീട്ടിൽ കയറിയിട്ട് പുള്ളിയോട് സംസാരിക്കാൻ എനിക്കൊരു സാവകാശം തരത്തില്ലായിരുന്നു. അവരുടെ അമ്മയായാലും ഷൈജു ആയാലും പുള്ളിയുടെ പെങ്ങളായാലും, ഒരു പെങ്ങളെ ഉള്ളൂ, 4 കുട്ടികളാ അവർക്ക്. ഞാൻ ഷൈജുവിന്റെ ബന്ധുവൊന്നുമല്ല. ഞാൻ ആ വീട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഹസ്ബൻഡ് അവിടെ വീട് വാങ്ങിച്ച് അവരുടെ തൊട്ടു മുറ്റത്ത് ഒരു വീട് വാങ്ങിച്ചത്, നമ്മുടെ മുറ്റത്തൂടെ വേണം ഇവരുടെ വീട്ടിൽ കയറി പോകാൻ. അവസാനം ഇവര് പറയുന്നത് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള പൈസ, പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ ഓഹരി മൊത്തം വിറ്റിട്ട് പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ പൈസകൾ ഫുള്ള് ഇവര് വാങ്ങി. ലാസ്റ്റ് പുള്ളിയുടെ ഡയറിയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന്, ഷൈജു ഇത്ര ലക്ഷം രൂപ തരാണെന്ന് പുള്ളിയുടെ ഡയറിയിൽ ഉണ്ടായിരുന്നു. ഞാനത് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഭർത്താവ് മരിച്ചപ്പം നീ പിരിവിന് അടക്കാണോ എന്ന് എന്നോട് ചോദിച്ചു. മേഡം, ആ പറഞ്ഞ സ്ത്രീക്ക് അറിയാം, ഈ പുള്ളിയെ പറ്റി ചോദിച്ചാൽ മതി. മേഡത്തിനോട് പറയും, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചണക്കെ പോലും, ഞാൻ അവിടെ ചെല്ലുമ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ദിവസം 2-3 ദിവസം വിളിച്ചണക്ക് ഫോൺ എടുക്കും, പിറ്റേ തലേന്ന് വിളിച്ചണക്ക് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി മദ്യപിച്ചിട്ട് കിടക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അനങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവരുടെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു, പുള്ളി എന്തിയെന്ന് ചോദിച്ചു. അപ്പൊ ഇവരുടെ വീട്ടിലാണല്ലോ, പുള്ളി തീരെ അവിടുന്ന് ആഹാരം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എനിക്കറിയില്ല, അവരൊരു വീട് പോലെ അവിടെ സഹകരിക്കുകയാണ്. എന്നിട്ട് ഈ പുള്ളി, ഞാൻ വിളിച്ചിട്ട് ചോദിച്ചേ, എന്താ പുള്ളി ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു, അത് നിന്റെ കെട്ടിയവനായതിനകത്ത് കിടപ്പുണ്ട്, 2 ദിവസം കൊണ്ട് ഇറങ്ങി വരുന്നില്ലെന്ന്, പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഇന്നലെ വിളിച്ചപ്പോഴും ഫോൺ എടുത്തല്ലോ, ഇന്നെന്താ ഫോൺ എടുക്കാതെ, ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറ ചേച്ചിന്ന് അവരുടെ അമ്മയോട് വിളിച്ചു ചോദിച്ചപ്പം എന്നോട് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. മേഡം, ഞാൻ എന്റെ കൊച്ചു കോളേജിൽ നിന്ന് വന്നപ്പോ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പം കാണാം പുള്ളി മൂക്കിൽ നിന്നൊക്കെ ചോര വന്ന് ഒരു ഇതായിട്ട് അവിടെ കിടക്കുന്നു. ഞാൻ പുള്ളി ഹോസ്പിറ്റലിൽ, കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് രാത്രി കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 10 മണി കഴിഞ്ഞ് 11 മണി ആയപ്പോഴത്തേന് പുള്ളി മരിച്ചു. പുള്ളി മരിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, പിന്നെ പ്രത്യേകിച്ച് പുറത്തൊന്നുമില്ല, ഇനി ഇന്റേണൽ ബ്ലീഡിങ് വല്ലതായിരിക്കും, നിങ്ങൾ പിന്നെ വല്ല പരാതി ഉണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന്. അപ്പൊ പുള്ളിയുടെ വീട്ടുകാരുമായിട്ടൊന്നും, പുള്ളി ഇങ്ങനെ മദ്യപിച്ച് തന്നെയല്ല, ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. പുള്ളി ക്രിസ്ത്യനും, ഞാനൊരു ഹിന്ദു. അപ്പൊ എനിക്ക് ആരിൽ നിന്നും ഒരു സപ്പോർട്ടും ഇല്ല, അവരുടെ വീട്ടുകാരിൽ നിന്നും ഇല്ല, ഇവിടുന്നും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അവരുടെ വീട്ടുകാർ പറഞ്ഞു, ഇനി ഇതിന്റെ പുറകെ ഒന്ന് വലിഞ്ഞു കെട്ടി നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിയുടെ ബോഡി എല്ലാം അടക്കി. അപ്പൊ ഈ പുള്ളി മരിക്കുന്ന സമയത്ത് എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ലാതെ ഞാൻ ഇവനെ വിളിക്കുന്നു, ഈ ഷൈജുവിനെ വിളിക്കുന്നു.
എന്റെ പൊന്നുമേട അത്രയും സഹകരിച്ചിരുന്നൊക്കെ പോലും അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ആ ഹോസ്പിറ്റലിലോട്ട്. അത് കഴിഞ്ഞപ്പോ എല്ലാരും എന്നോട് പറഞ്ഞു തലേന്ന് പുള്ളിയുമായിട്ട് വഴക്കുണ്ടാക്കി ഇവൻ അടിക്കുകയോ ഏതാണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു മേഡം. അന്ന് മുതൽ എന്റെ ഭർത്താവ് മരിച്ചതിനകത്ത് കാരണക്കാരൻ ഈ ഷൈജുവാന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിത് ഒരു മനുഷ്യരോടും എന്റെ കുഞ്ഞുങ്ങളോട് പോലും ഞാനിത് ഷെയർ ചെയ്യാതെ എന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുമായിരുന്നു. ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ് ആ ഒരു ചേച്ചി. പേടിച്ചിട്ടായിരിക്കാം. ഞാനും തെളിവുകൾ വേറെ കൂടുതലൊന്നുമില്ല, ഇവർ ഈ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാനും കുറെ കേട്ടു. ഈ ചേച്ചിയെ നമ്മുടെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഈ ഒരു അനാഥ മന്ദിരത്തിന്റെ ഓണറായിട്ടുള്ള അവരെ ഇപ്പൊ കല്യാണം കഴിച്ചല്ലോ റീസെന്റ് ആയിട്ടൊരു വ്യക്തി. അവന്റെ ഫോട്ടോയൊക്കെ ഞാൻ തമ്മിൽ കൊടുത്തേക്കാം. ആ വ്യക്തി അയാളെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല ആരിൽ നിന്നും കേൾക്കുന്നത്. വൺ ഗുണ്ടാ സെറ്റപ്പ് ആണെന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താവോ എന്തോ. ഇനി അതുകൊണ്ടാണോ ഈ ഒരു നമ്മുടെ കരുണാലയത്തിന്റെ ആന്റി കല്യാണം കഴിച്ചത്? ബാക്കി ഇനി അവർക്കെതിരെ വരുന്നവരെയൊക്കെ മറ്റേ ഉളാൻ വേണ്ടിയിട്ട് അല്ല, അറിയാൻ പറ്റില്ല. നമുക്ക് ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന പല ആളുകളെയും നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വാല്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ നേരിൽ കാണുന്നവരായിരിക്കില്ല ശരിക്കും അവർക്കൊരു പിന്നാമ്പുറം കാണും. ഈ ഒരു അനാഥ മന്ദിരത്തിൻ്റെ തന്നെ നിങ്ങൾ കണ്ടല്ലോ, പല കഥകളാണ് വരുന്നത്. എന്നോടൊരു വ്യക്തി പറഞ്ഞത്, ചിലപ്പോൾ ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ 7ാം മാസത്തിൽ അവിടെ ഉണ്ടായിരുന്ന, ഇപ്പോൾ അവരുടെ മകൻ കല്യാണം കഴിച്ച ആ ഒരു പെൺകുട്ടിയെ വരെ ചിലപ്പോൾ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരിക്കാം എന്നൊരു വാർത്തയൊക്കെ ഞാൻ കേട്ടു. പറയാൻ പറ്റില്ല, പേടിച്ചു പറിച്ചിട്ടാണോ നിൽക്കുന്നത് അറിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവളുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് നമ്മളോടൊന്ന് സംസാരിക്കുമ്പോൾ അവളെ പറ്റി അത്ര നല്ല കാര്യങ്ങൾ നമുക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല, എനിക്കറിയില്ല, എനിക്ക് തെളിവ് കാണിക്കാനും. പക്ഷേ കഥകളൊന്നും കേൾക്കുന്നത് അത്ര വിശ്വസനീയമല്ല. പലതും ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുക. ദൈവമേ, ഇങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ പുറകിൽ? അങ്ങനെയൊക്കെയാണെങ്കിൽ അവിടെ ഇപ്പം ജീവിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടുമോ? നിങ്ങൾ വിചാരിക്കും വേറെ ആരെങ്കിലും ഒക്കെ ഈ പോലീസോ അല്ലെങ്കിൽ CWC ഒക്കെ ഇടപെടുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ നീതി കിട്ടുമെന്ന്. പക്ഷെ ഞാൻ കേൾക്കുന്ന കഥകൾ വെച്ചിട്ട് നീതിയൊക്കെ അടുത്ത് പോലും എനിക്കറിയില്ല. എന്താണെങ്കിലും വേറൊരു ലേഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. ഷെഫിൻ്റെ അടുത്ത ചാനലിൽ തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടത്. ഇത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങളും വന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്നതിനകത്ത് എന്തൊക്കെയോ എവിടേക്കോ കുറച്ച് ശരികളുണ്ടെന്നും തോന്നുകയും ചെയ്തു. എന്തായാലും ഇതൊന്ന് കേൾക്ക്. എൻ്റെ നാട് പത്തനാപുരമാണ്. പത്തനാപുരം കുണ്ടയം എന്ന സ്ഥലത്താണ്. ഈ പറഞ്ഞ ഗിരിജയുടെ വീടിൻ്റെ ഏകദേശം ഈ ഉദയഗിരിജ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, എനിക്കങ്ങനെ അറിയില്ല. എൻ്റെ നാട്ടിൽ ഇവരുടെ പേര് അമ്പിളി എന്നാണ്, ഇവരുടെ ചേച്ചിയുടെ പേര് മല്ലിക എന്നാണ്, പിന്നെ ഇവരുടെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൻ്റെ ഏകദേശം ഒരു 4-5 വീടിന് അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാവുന്ന വ്യക്തികളാണ് ഇവർ. അപ്പം ഈ പറഞ്ഞ അനി എന്ന് വിളിക്കുന്ന ഈ ചേട്ടനെയും എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ അവരുടെ വീട്ടിൽ ഇതുപോലെ ശ്രീശക്തിയുടെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലവണ്ണം അറിയാം ആ ചേട്ടനെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക, വ്യൂവേഴ്സ് ഒന്ന് മറുപടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ചേച്ചി, നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരു ചേച്ചി നല്ലൊരു കാര്യം പറഞ്ഞോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിപ്ലൈ ഒന്നും തരാൻ നിൽക്കുന്നില്ല. വ്യൂവേഴ്സ് ചേച്ചിക്ക് മറുപടിയൊക്കെ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പ്രതീക്ഷിക്കേണ്ട, നല്ല തെറിവിളി മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെയും ഉണ്ട് കേട്ടോ, ഒരുപാട് നല്ല ആളുകളുണ്ട്. ലൈക്ക് കാര്യം മനസ്സിലാക്കി കമന്റ് ബോക്സിൽ വരുന്ന കുറേ ആളുകളെ ഞാൻ കാണാറുണ്ട്. വളരെ നല്ല കാര്യമാണ്. പിന്നെ തെറി പറയുന്നവരോട് നിങ്ങൾ തെറി പറഞ്ഞു കേട്ടോ, തെറിയൊന്നും പറയാതിരിക്കേണ്ട. അത് അങ്ങനെയാണ് നമ്മുടെ സമൂഹം, അങ്ങനെയാണ്. തെറി പറയാൻ നിൽക്കുന്നവർ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും, പറയുക ബാക്കി. പിന്നെ ഈ വ്യക്തിയോടാണ് റിപ്ലൈ ഒന്നും വ്യൂവേഴ്സിൻ്റെ ഒന്ന് പ്രതീക്ഷിക്കേണ്ട, കിട്ടൂല. ബാക്കി കേൾക്കാം. പിന്നെ നല്ല ആളുകൾ ആരെങ്കിലും വന്ന് ചിലപ്പോൾ റിപ്ലൈ തന്നേക്കുവേ. അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം, അപ്പോൾ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവർ ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയും ഒക്കെ. അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനം ഒന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ആ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ടൊരു സ്ഥാപനം, അതും 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ ഈ 2-3 വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ആ ചേട്ടൻ മരിക്കുമ്പോൾ ഇവർക്ക് ഈ സ്ഥാപനമൊന്നുമില്ല. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവർ എന്താ പറയുക, അപ്പോൾ ഇവരൊരു വീഡിയോയിൽ പറയുന്ന കേട്ടു, ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ആ ടൈമിൽ അന്നന്ന് കൊണ്ടുവന്ന് നിത്യവൃത്തി കഴിഞ്ഞുകൊണ്ടിരുന്ന ഇവർ എങ്ങനെയാണ് ഈ അനി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഇവരോട് പറയുന്നത്, എനിക്ക് നാളെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നീ എൻ്റെ അതിലേക്ക് വെക്കണം, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമാണ് എന്ന്. അതൊന്നും ഒരിക്കലും ഇവർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ സ്ഥാപകൻ എന്ന് പറയുന്നുണ്ട്. സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം
തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഈ പുള്ളി ജീവനോടെ ഇല്ല. ഈ പുള്ളി ജീവനോടെ ഇല്ല, സമ്മതിച്ചു. ഈ സ്ഥാപകൻ എന്ന് പറഞ്ഞല്ലോ, ഞാൻ ഈ ജീവമാതാ കാരുണ്യത്തിന് ഞാൻ ഇവിടെ ഒരു സാധനം വെച്ചേക്കാവേ. ഇതിന്റെ സ്ഥാപകനായിട്ട് വിൻസെന്റോ അങ്ങനെ എന്തോ ഒരു പേരല്ലേ? അപ്പൊ ഈ അനി എന്ന് പറയുന്ന വ്യക്തി ആരാന്ന് മനസ്സിലായോ? ആ ഒരു സ്ത്രീയുടെ, ഈ ഉടമസ്ഥയുടെ ഭർത്താവാണ്, മരിച്ചുപോയ ഭർത്താവാണ് ഈ അനി എന്ന് പറയുന്നത്. പുള്ളിയുടെ മരണത്തിനും പുള്ളിയെ എവിടെയോ ഇട്ട് മറ്റേ കത്തി കയറ്റി തീർത്താണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആരാ ചെയ്തതെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. അതിനകത്തൊക്കെ വേറെ പല കഥകളും ഞാൻ കേൾക്കുന്നുണ്ട്. ഇവർ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. പക്ഷെ ഇവർ ഈ പറയുന്നതിനകത്ത് ഒരു കേസുണ്ടല്ലോ, നേരത്തെ എനിക്കും തോന്നിയൊരു സംശയമാണ്, കുടുംബപരമായിട്ട് എന്തെങ്കിലും സ്വത്തുക്കളൊക്കെ ഉള്ള ഒരാളാണോ ഈ ഡാഡി ഗിരിജ എന്ന് പറയുന്ന വ്യക്തി? ഡാഡി ഗിരിജ മനസ്സിലായല്ലോ, നമ്മുടെ അതിൻ്റെ ഉടമസ്ഥ ആണോ? അല്ല, എനിക്കറിയില്ല. ഇല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഒരു സ്ഥാപനം വരും, ഒരു ചാരിറ്റി ലൈക്ക് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തുടങ്ങണമെങ്കിലും ഒക്കെ കുറച്ച് കാശ് വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറകെ കാശ് വരും. ഇതൊക്കെ പോട്ടെ, ഇതിന് മാത്രം പൈസ ഇവരുടെ എങ്ങനെ ഹൗ? കാരണം ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നത് കേട്ടു, സ്വന്തം മോനും മരുമോക്കും ഒക്കെ പുതുതായിട്ടൊരു വീട് വെച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. എവിടുന്ന് ഇതിനൊക്കെയുള്ള പൈസ? എവിടുന്ന്? ഇങ്ങനൊരു സ്ഥാപനം നടത്തണമെങ്കിൽ ആദ്യമേ ഒരു തുടങ്ങണ്ടേ? ഇങ്ങനൊരു സ്ഥലം മേടിക്കണം, ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ. അപ്പം അല്ലെങ്കിൽ അതെല്ലാം പോട്ടെ, ഒരു ആദ്യത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതിനൊക്കെ ഇപ്പം ആരും സഹായം എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് കൈ വേണം. ഇപ്പം അവരെ അറിയാവുന്നവർ തന്നെ പറയുന്നത് കേട്ടല്ലോ, അവർ വേറൊരു സ്ഥാപനത്തിൽ, ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പെട്ടെന്ന് എങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റി? മനസ്സിലായില്ലേ? അതിനുശേഷം പെട്ടെന്ന് ഇത്ര ഫ്ലക്ച്വേറ്റഡ് ആവാൻ പറ്റി? അതിനുശേഷം എങ്ങനെ സ്വന്തം മകനും മരുമോക്കും പുതുതായിട്ടൊരു വീട് വെച്ചു കൊടുക്കുന്നു, അവരെ ഒരു വീട് വെക്കുന്നു? അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവരുടെ പേരിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ വരുന്നു? ഇതിനകത്ത് വേറൊരു കേസ് ഞാൻ കേട്ടു, പക്ഷെ നമുക്ക് അതങ്ങോട്ട് പറയാനായിട്ട് ഇപ്പം പറ്റില്ല. എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനത് പറയും. അതാരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഈ ഒരു സ്ഥാപനത്തിൻ്റെ പുറകിൽ വലിയൊരു ഗെയിം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇനി അതിനകത്തുനിന്നൊക്കെയാണോ ഇവർക്ക് പൈസ? തെളിയിക്കേണ്ടത് പോലീസുകാരാണ്. ബാക്കി നമുക്ക് കാണാം. ഇല്ല, അതിനു മുമ്പ് ഈ പുള്ളി മരിച്ചു. പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങാൻ ഈ പുള്ളി അവിടെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ കാര്യം, ഈ പുള്ളി കുത്തുകൊണ്ടാണ് മരിച്ചത്. ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തനാപുരം ടൗണിൽ കുത്തുകൊണ്ട് മരിച്ചു വീഴുകയായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീയും ഈ വേറൊരു പുരുഷൻ അയാളെപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ കാണാറുണ്ടായിരുന്നു. പിന്നെ ഈ ആളും കൂടി കല്ലുംകടവ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ഈ അനി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഈ സ്ത്രീയെ തല്ലുകയും ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാകുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ അതുവഴി ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഒരാഴ്ചയായെന്ന് തോന്നുന്നു, ഒരുപാട് വർഷങ്ങളായി. എനിക്ക് അത്ര കൃത്യമായിട്ട് ഇത് ടൈമൊന്നും ഞാൻ ഓർത്ത് വെക്കുന്നില്ല, വർഷങ്ങൾ ഞാൻ ഓർത്ത് വെക്കുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞ് കുറച്ച് നാളായതേ ഉള്ളൂ ഈ ചേട്ടൻ പത്തനാപുരത്ത് വെച്ച് കുത്തുകൊണ്ട് മരിക്കുന്നത്. ചേച്ചി പറയുന്ന എല്ലാം ഒന്നും ശരിയാണോ എന്നും എനിക്കറിയില്ല. എന്തൊക്കെയോ എനിക്ക് എവിടെയൊക്കെയോ ഒരു സംശയമേ, ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്നൊരു തോട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ തെറ്റായിട്ടുള്ളൊരു ചിന്തയായിരിക്കാം. ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു ഡാഡി ഗിരിജ ആരുടെയോ കൂടെ കറങ്ങുന്നത് ഭർത്താവ് കാണുന്നു, അടി കൊടുക്കുന്നു, ഒരാഴ്ചയ്ക്ക് ശേഷം അയാൾ മരിക്കുന്നു. എന്തായി ആ കേസൊക്കെ? ആരാണ് തീർത്തതെന്നൊക്കെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ പുറകെ കുറച്ചുകൂടെ പോവാം. ഈ ഒരു കേസ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇതിൻ്റെ പുറകെ എന്തായാലും ഒന്ന് തപ്പണം, അതാരാണ് ചെയ്തത് എന്നുള്ളൊരു കേസ് അറിയണം. പിന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും ഞാൻ പ്രോപ്പറായിട്ടുള്ള വേർഡ് യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ട്രാഫിക്കിങ്, നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പറയുമല്ലോ, നമ്മുടെ ട്രാഫിക്കിങ്, അത് ഈ ഒരു സ്ഥാപനത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ചിലയിടത്തുനിന്ന് ഞാനിങ്ങനെ കേട്ടു. അറിയില്ല. ഇല്ലെങ്കിൽ എങ്ങനെ ഇവർ ഈ പറഞ്ഞ കണക്കില്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇത്രയും പൈസ, എങ്ങനെ ഇത്രയും പണം വരുന്നു? ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് ഒന്നുകിൽ മുത്തച്ഛന്മാരായിട്ട് എന്തെങ്കിലുമൊക്കെ കാണണം, അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് അങ്ങനെ വൺ ടീമാണെങ്കിൽ അവർക്ക് സൈഡിൽ കൂടെ ഇത് ചെയ്യാം. ഇതെനിക്കൊന്നും ഇവരുടെ മെയിൻ പരിപാടി ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള പൈസ നടത്തിക്കൊണ്ട് പോകാൻ ഓക്കെ, എവിടെന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷേ ഇവർക്ക് സ്വന്തമായി ഒരു വീട് വെക്കാനും സ്വന്തമായിട്ട് അത് ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ എവിടെ നിന്നാണ് പണം? ഒരു ചോദ്യമല്ലേ അത്? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മെല്ലെ ചോദിക്കാം. അതുവരെ പണിയൊന്നും എവിടെ നിന്നും കിട്ടാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ ട്യൂൺഡ്
and stay weird.